മെട്രിക്സ് മെത്തേഡ് നമ്മൾ ആൾറെഡി പോർഷൻസ് ഒക്കെ കവർ ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ ഓരോ മെട്രിക്സ് കണ്ടുപിടിച്ചു. അതായത് ആദ്യം ട്രാൻസ്ലേഷൻ മെട്രിക്സ് കണ്ടുപിടിച്ചു, ദെൻ റിഫ്രാക്ഷൻ മെട്രിക്സ് കണ്ടുപിടിച്ചു, ദെൻ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള സിസ്റ്റം മെട്രിക്സ്. അത് പല കേസിൽ ഓരോ സിസ്റ്റത്തിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡബിൾ കോൺവെക്സ് ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഇമേജ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ, ഓക്കെ, എവിടെ ഇമേജ് ഫോം ചെയ്യും, ഇമേജിൻ്റെ കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചു, ദെൻ ഫോക്കൽ ലെങ്ത്തുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിച്ചു. ദെൻ അത് രണ്ട് ലെൻസിൻ്റെ കേസിൽ, ഒരു തിക്ക് ലെൻസിൻ്റെ കേസിലും തിൻ ലെൻസിൻ്റെ കേസിലും നമ്മളത് ചെയ്തു. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്തത്. ഇനി ഇത് വെച്ചിട്ട് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 2-3 പ്രോബ്ലം ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഒരു 2-3 പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ഇത് മാത്രമാണ്. ഓക്കെ, പ്രോബ്ലം സെഷൻ മാത്രമാണെന്ന്. ഓക്കെ, സോ അതിൽ വിൽ ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. LMSൽ സ്ലൈഡ് ഉണ്ട്, സ്ലൈഡ് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലം ഞാൻ വായിക്കാം. കൺസിഡർ എ ഡബിൾ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. The radii of curvature of the two surfaces are 4 cm each. Okay. The thickness of the lens is 1 cm and the lens is placed in air. Okay. The question is, obtain the system matrix and find the focal length of the lens. Okay. അപ്പോൾ നമുക്കൊരു ലെൻസ് തന്നിട്ടുണ്ട്, ഒരു തിക്ക് ലെൻസ്, ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ 2 റേഡിയസ് ഓഫ് കർവേച്ചറും, അതായത് ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും റേഡിയസ് സെയിം ആണ്, 4 cm തന്നെയാണ്. ഓക്കെ, ദെൻ ലെൻസിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട് 1 cm. ആൻഡ് ലെൻസ് വേറെ മീഡിയത്തിലൊന്നല്ല, ലെൻസ് എയറിലാണ് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഔട്ട് സൈഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1, അതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ലെൻസിൻ്റെ, സോ ദിസ് ഇസ് എ തിക്ക് ലെൻസ്, ആ ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ് കണ്ടുപിടിക്കണം, അതുപോലെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു തിക്ക് ലെൻസ്, അതിന് 2 റേഡിയൈ ഓഫ് കർവേച്ചർ, ലെഫ്റ്റിൽ R1 എടുത്തു, റൈറ്റിൽ R2 എടുത്തു. അതിൻ്റെ തിക്നെസ് 1 cm ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ തിക്ക് ലെൻസ്. ആ തിക്ക് ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളവിടെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ, വിൽ ഗോ ടു ദ പ്രോബ്ലം. അപ്പോൾ നമ്മളൊരു സൈൻ കൺവെൻഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ആ റിഫ്രാക്റ്റിംഗ്, ഒരു റിഫ്രാക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവും റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവും എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് എപ്പോഴും മൈൻഡിൽ ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ അതിൽ സോ റേഡിയസ് ഓഫ് കർവേച്ചർ 4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെറും 4 എന്നല്ല, R1, അതായത് ഫസ്റ്റ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എവിടെയാണ് വരിക, റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ വരിക. സോ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ റൈറ്റിലാണ് വരിക. ഓക്കെ, അപ്പോൾ റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവായി എടുത്തത് കാരണം R1 = +4 cm. ഓക്കെ, ഇനി R2 എന്ന് പറയുന്നത് രണ്ടാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസ്, റൈറ്റ് സൈഡിലുള്ള റിഫ്രാക്റ്റിംഗ് സർഫസ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ വന്നിട്ട് ലെഫ്റ്റിലാണ് വരിക. അപ്പോൾ അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ -4 cm. അപ്പോൾ അങ്ങനെ എടുക്കണം. ഇതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 സർഫസിൻ്റെയും പവർ കണ്ടുപിടിക്കുക, അത് പവർ ഓഫ് ദ റിഫ്രാക്റ്റിംഗ് സർഫസ്. അപ്പോൾ 2 സർഫസ് ഉണ്ട്, 2 സർഫസിനും 2 പവർ ആയിരിക്കും. ഓക്കെ, മൊത്തം സിസ്റ്റത്തിൻ്റെ പവർ ഡിഫറെൻറ്റ്. ഓക്കെ, ഓരോ റിഫ്രാക്റ്റീവ് സർഫസിനും ഓരോ പവർ ഉണ്ട്, അതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ടോട്ടൽ പവർ ഓഫ് ദ ലെൻസ്. ഓക്കെ, അപ്പോൾ അതിൽ P1 കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ P1 = എന്താണ് പവറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് റിഫ്രാക്റ്റീവ് N2 - N1/R എന്നാണ്. അതായത് സെക്കൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഫസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ P1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ N1 N2 എന്ന് പറയുന്നത് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്. അപ്പോൾ വെറും N എന്ന് എഴുതാം. N മൈനസ് ലെഫ്റ്റിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലെ എയർ ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1. N - 1 / R1.
ഓക്കെ, അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ n എന്ന് പറയുന്നത് 1.5 ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് n2 എന്ന് പറയുന്നത് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ദാറ്റ് ഈസ് 4. സോ അപ്പോൾ നമുക്ക് കിട്ടി 0.125 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതാണ് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പവർ. ഇനി സെക്കൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പവർ P2 എന്ന് പറയുന്നത് അവിടെയും n2 മൈനസ് n1 ബൈ R. അവിടെ n2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 മൈനസ്, സോ 1 മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ R2. 1 മൈനസ് n ഡിവൈഡഡ് ബൈ R2. ഓക്കെ, ദെൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് 1.5 ഡിവൈഡഡ് ബൈ R2 എന്ന് പറയുന്നത് -4 ആണ്. അത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ P2 നമുക്ക് എന്ത് കിട്ടി? P2 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് കിട്ടുക. സെയിം വാല്യൂ ആണ് വരിക, 0.125 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, സോ P1 ആയി, P2 ആയി. ഇനി എസ് സിസ്റ്റം മെട്രിക്സ് ഫോർ എ തിക്ക് ലെൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ. എസ് ഈക്വൽ ടു 1 മൈനസ് P2 T ബൈ N, അതാണ് ഫസ്റ്റ് എലമെന്റ്. ദെൻ മൈനസ് ഓഫ് P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N. ദെൻ അടുത്തത് T ബൈ N, ദെൻ 1 മൈനസ് P1 T ബൈ N. ഓക്കെ, 4 എലമെന്റ്. ABCD എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, സോ എ എന്ന് പറയുന്നത് 1 മൈനസ് P2 ബൈ T ആയിരിക്കും. സോറി, എ അതല്ല. എ എന്ന് പറയുന്നത് P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N ആയിരിക്കും. ബി എന്ന് പറയുന്നത് 1 മൈനസ് P2 T ബൈ N ആയിരിക്കും. സി എന്ന് പറയുന്നത് 1 മൈനസ് P1 T ബൈ N ആയിരിക്കും. ഡി എന്ന് പറയുന്നത് മൈനസ് T ബൈ N ആയിരിക്കും. ABCD ഫോമിൽ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഈ സിസ്റ്റം മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നമ്മുടെ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും സിസ്റ്റം മെട്രിക്സ്. യു ക്യാൻ എസ്റ്റിമേറ്റ്. P1 കണ്ടുപിടിച്ചിട്ടുണ്ട്, P2 കണ്ടുപിടിച്ചിട്ടുണ്ട്, തിക്നെസ് ഓഫ് ദ ലെൻസ് നമുക്കറിയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാം. ഓക്കെ, അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു 0.9167 മൈനസ് 0.24, ദെൻ 0.6667, ദെൻ 0.9167, ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ സിസ്റ്റം മെട്രിക്സ് ഓഫ് എ നമ്മൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിലുള്ള സിസ്റ്റം മെട്രിക്സ് ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, സോ ഫോക്കൽ ലെങ്ത് ഈസ് ബേസിക്കലി F ഈക്വൽ ടു 1/A. നമ്മൾ തിക്ക് ലെൻസിന്റെ ഫോർമുലയിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. തിക്ക് ലെൻസിന്റെ ഒരു സിസ്റ്റം മെട്രിക്സ് ആദ്യം നമ്മൾ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N. അതായത് ആ സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ്, അതായത് നമ്മുടെ ഗോസ് കോൺസ്റ്റൻസിന്റെ പേര് പറയുകയാണെങ്കിൽ 1/A, അതായിരിക്കും ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഈ രണ്ടാമത്തെ എലമെന്റ്. ഓക്കെ, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെന്റ്. ഓക്കെ, ആ എലമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് ആ എലമെന്റിനെ നമുക്ക് എ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/A ആയിരിക്കും എഫ്. തിക്ക് ലെൻസിന്റെ ഫോർമുലയിലും ഡിറൈവ് ചെയ്തിട്ടുണ്ട്, തിൻ ലെൻസിന്റെ ഫോർമുലയിലും ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ നമുക്ക് ഡയറക്ട്ലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.24, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇത് മാത്രം പോരാ, നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 4.2 സെന്റിമീറ്റർ ഫ്രം എവിടുന്ന്? ലെൻസിന്റെ ലെൻസിന്റെ അവിടുന്ന് 4.2 സെന്റിമീറ്റർ അപ്പുറം റൈറ്റ് സൈഡിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ്. നമുക്ക് കിട്ടിയത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആ റിഫ്രാക്റ്റിംഗ് സിസ്റ്റത്തിന്റെ റൈറ്റ് സൈഡിലാണ് ഫോക്കസ് കിട്ടുക, ലെഫ്റ്റ് സൈഡിലല്ല. ഓക്കെ, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എപ്പോഴും റൈറ്റ് സൈഡിലാണ്. ദാറ്റ്സ് എ റിയൽ ഫോക്കൽ ലെങ്ത്. ഓക്കെ, റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. നേരെ മറിച്ച് കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ബാക്ക് സൈഡിലാണ് ഫോം ചെയ്യുക. സോ ദാറ്റ് വിൽ ബി എ ഒരു വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. ബിക്കോസ് ഡൈവേർജ് ചെയ്യുക. ഒരു കോൺകേവ് ലെൻസിൽ റേ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ ഒരു ആംഗിൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ അതെല്ലാം കൂടിയിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. സോ ദാറ്റ് ഈസ് നമുക്ക് ഫോക്കസ് എവിടെയായിരിക്കും? ബാക്കിലായിരിക്കും. ദാറ്റ് ഈസ് കോൺകേവ് ലെൻസ്, നമ്മളായിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സിസ്റ്റം മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
ഇപ്പോൾ ഒരു സിമ്പിൾ ലെൻസിൻ്റെ കേസ് പറഞ്ഞു. ഇനി കോമ്പിനേഷൻ ഓഫ് ലെൻസും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് കൺസിഡർ എ ലെൻസ് കോമ്പിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എ കോൺവെക്സ് ലെൻസ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, എൻ്റെ കോൺകേവ് ലെൻസ് അതിൻ്റെയും ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് അവിടെ -20 ആണ്. കോൺകേവ് ലെൻസ് ആകുമ്പോൾ ഫോക്കസ് മൈനസ് ആയിരിക്കും, ബിക്കോസ് ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും ഫോക്കസ് ഫോം ചെയ്യുക. അതാണ് അവിടെ മൈനസ് തന്നിരിക്കുന്നത്. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ട് ലെൻസ് ഉണ്ട്, ഒന്ന് കോൺകേവ് ഒന്ന് കോൺവെക്സ്. അത് തമ്മിൽ ഒരു 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. ഡിറ്റർമിൻ ദ സിസ്റ്റം മെട്രിക്സ് ആൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ. ഓക്കെ, ഇവിടെയും എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ലെൻസ്, രണ്ട് ലെൻസിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ മൊത്തം സിസ്റ്റം മെട്രിക്സും ദെൻ അതിൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത്തും കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത്തും ഇത് രണ്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോൺകേവ് ലെൻസും ഒരു കോൺവെക്സ് ലെൻസും. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. F1 എന്ന് എടുത്തു. F2 എന്ന് പറയുന്നത് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, ദാറ്റ് ഈസ് -20 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ 25 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. നൗ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സിസ്റ്റം മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ലൈറ്റ് വരുന്നത് കോൺവെക്സ് ലെൻസിലേക്കാണ്. കോൺവെക്സ് ലെൻസ് എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു റിഫ്രാക്ഷൻ ഒക്കെ സംഭവിച്ചിട്ട് അതിനുശേഷം കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അതും കഴിഞ്ഞിട്ട് അടുത്തൊരു കോൺകേവ് ലെൻസിൻ്റെ ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു ലെൻസിൻ്റെ ടോട്ടൽ സിസ്റ്റം മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ച്, തിൻ ലെൻസ്, ഇവിടെ തിൻ ലെൻസ് ആണ്, തിക്ക് ലെൻസ് അല്ല. ഓക്കെ, സോ തിൻ ലെൻസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 മൈനസ് P1 മൈനസ് P2 0 1. തിൻ ലെൻസ് ഫോർമുല പോയി നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ അതിൽ ആ P1 പ്ലസ് P2നെയാണ് നമ്മൾ 1/f എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം മെട്രിക്സ് എന്തായിട്ട് മാറും? 1 മൈനസ് 1/f 0 1 അങ്ങനെയായിട്ട് മാറും ഒരു ലെൻസിൻ്റെ, തിൻ ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ്. ഈ ഫോക്കൽ ലെങ്ത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു 3 കോമ്പിനേഷൻ ഉണ്ട്. ഒരു കോൺവെക്സ് ലെൻസ് സിസ്റ്റം, ഒരു കോൺകേവ് ലെൻസ് സിസ്റ്റം, അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്ലേഷൻ. നെറ്റ് കട്ടായി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഈ ലൈറ്റ് റേ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസിന്റെ മേലെയാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് മെട്രിക്സ്, അത് നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിലാണ് എഴുതുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മെട്രിക്സ് 1 0 മൈനസ് 1/f 1. കാരണം നമ്മുടെ ആ ഫസ്റ്റ് കോർഡിനേറ്റ്, ഇനീഷ്യൽ റേയുടെ കോർഡിനേറ്റിന്റെ മുകളിൽ ഏറ്റവും ആദ്യം ഓപ്പറേറ്റ് ചെയ്യുക ഈ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെൻസിന്റെ സിസ്റ്റം മെട്രിക്സ് കഴിഞ്ഞു, ഫസ്റ്റ് ലെൻസ് കഴിഞ്ഞു. ദെൻ അവിടുന്ന് അങ്ങോട്ട് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. സോ ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമുക്കറിയാം 1 0 T/n 1. അല്ല 1 0 ആയി T/n എന്ന് പറയുന്നത് എയറിലൂടെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ വെറും T മാത്രം വരും, T1. അപ്പോൾ അത് രണ്ടാമത്തെ മെട്രിക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ മെട്രിക്സ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് സിസ്റ്റം മെട്രിക്സ് എങ്ങനെ എഴുതാം? 1 മൈനസ് 1/f 2 0 1 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെട്രിക്സ് ഓപ്പറേറ്റ് ചെയ്ത് വരുന്ന ആ ഓർഡർ ശ്രദ്ധിക്കണം, തിരിച്ചെഴുതാൻ പാടില്ല. ഓക്കെ, ഏറ്റവും റൈറ്റ് സൈഡിൽ എഴുതുക, ഫസ്റ്റിൽ ഏത് സിസ്റ്റം ആണോ അതാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ F1ന്റെ സിസ്റ്റം മെട്രിക്സ് എഴുതി. ദെൻ ഒരു ട്രാൻസ്ലേഷൻ, അത് രണ്ടാമത് ലെഫ്റ്റിൽ വരും. അറബി എഴുതുന്ന പോലെയാണ്, അവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെൻസിന്റെ സിസ്റ്റം മെട്രിക്സ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ ടോട്ടൽ സിസ്റ്റം മെട്രിക്സ് ഓഫ് ദീസ് ടു കോമ്പിനേഷൻ. ഈ രണ്ട് ലെൻസിന്റെയും കോമ്പിനേഷൻ സിസ്റ്റത്തിന്റെ മെട്രിക്സ് ഇതിന്റെ മൂന്നിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 F2 എന്ന് പറയുന്നത് -20 ആണ്. സോ -1 -20 0 1. ദെൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. സോ 1 0 25 1. ദെൻ മൂന്നാമത്തെ എൻ്റെ സിസ്റ്റം കോൺവെക്സ് ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ് ആണ് 1
മൈനസ് 1/f1 എന്ന് പറയുന്നത് 15.01. ഓക്കെ, അപ്പോൾ ഈ 3 മെട്രിക്സും കൂടി നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്ത് ഒരു കോമ്പിനേഷൻ ആക്കി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. S ഈക്വൽ ടു 2.25 മൈനസ് 1/10 25 മൈനസ് 1/3. സോ ദാറ്റ് വിൽ ബി ദ സിസ്റ്റം, ടോട്ടൽ സിസ്റ്റം മെട്രിക്സ്. രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ ആയി. ഓക്കെ, സോ അവിടുന്ന് അഗെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് മാത്രം എടുത്താൽ മതി. ഫ്രം ദർ യു വിൽ ഗെറ്റ് ദ ഫോക്കൽ ലെങ്ത്. ഓക്കെ, സോ ആ എലമെന്റ് മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ എഫ് ഈക്വൽ ടു 1/a എന്ന് വരും ഫോക്കൽ ലെങ്ത്. അതിന് ഇൻവേഴ്സ് എടുത്താൽ മതി, ആ നെഗറ്റീവ് സൈഡ് ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് കിട്ടി? ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. സോ ദിസ് ഇസ് എ വെരി ഈസി മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോമ്പിനേഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി പവർഫുൾ മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ എന്താ പറയുക റേ ട്രേസിംഗ് ഫോർ എ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഓർ എനി അതർ റിഫ്രാക്റ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഈവൻ റിഫ്ലക്ഷൻ ഒക്കെ പറ്റും നമുക്ക് ഇതിൽ. ഓക്കെ, ശരി. ഇനി അടുത്ത് we will see another problem. Okay, മൂന്നാമത്തെ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പ്രോബ്ലം ഇതാണ്. കൺസിഡർ എ ലെൻസ് കോമ്പിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആൻഡ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് മൈനസ് 10 സെന്റിമീറ്റർ. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കേസാണ്. ഒരു കോൺവെക്സ് ലെൻസ് ആദ്യം ഉണ്ട്, ദെൻ ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ സെപ്പറേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് എൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഈ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 40 സെന്റിമീറ്റർ. ഒരു 40 സെന്റിമീറ്റർ ദൂരെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്, ഒബ്ജക്റ്റിന്റെ സൈസ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ പൊസിഷൻ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇമേജ് എവിടെയായിരിക്കും, അതിന്റെ പൊസിഷൻ, അത് ഇൻവേർട്ടഡ് ആണോ, അത് റിയൽ ആണോ, വിർച്വൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, ഇതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ പ്രോബ്ലം നോക്കാം. ഫിഗർ നോക്കിയാൽ കിട്ടും. അവിടെ ഒരു ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ദെൻ ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് +20 സെന്റിമീറ്റർ, കോൺകേവ് ലെൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ -10 സെന്റിമീറ്റർ. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സിസ്റ്റം മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് 40 സെന്റിമീറ്റർ അപ്പുറത്ത്. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു ഇമേജ് എവിടെയെങ്കിലും റൈറ്റ് സൈഡിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്യാം. എവിടെ ഫോം ചെയ്യുന്നു നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഓക്കെ, ദെൻ ആ ഡിസ്റ്റൻസ് v ആണെന്ന് വിചാരിക്കുക. ബേസിക്കലി നമ്മൾ UV എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, തൽക്കാലം UVയിലേക്ക് പോകണ്ട. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇതിൽ നോക്കിയാൽ കാണാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഏറ്റവും ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സൈഡിൽ വരണം. പിന്നെ അവിടെ നിന്ന് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം. ഓക്കെ, അറബി എഴുതുന്ന പോലെ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് നിന്ന് ലൈറ്റ് റേ ഈ ലെൻസ് സിസ്റ്റം വരെ വരണം. ദാറ്റ് മീൻസ് എ ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് നിന്ന് കോൺവെക്സ് ലെൻസ്, ഫസ്റ്റ് ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് വരെ ദർ ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്ററിൽ ഒരു ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് ടു കോൺവെക്സ് ലെൻസ്, ആ ഒരു മെട്രിക്സ്, ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമുക്കറിയാം 1 0 T1. T എന്ന് പറയുന്നത് ഇവിടെ 40 സെന്റിമീറ്റർ ആണ്. സോ 41. അപ്പോൾ ആദ്യം നമ്മൾ ആ ട്രാൻസ്ലേഷന്റെ മെട്രിക്സ് എഴുതി. അത് കഴിഞ്ഞ് ആ മെട്രിക്സിന്റെ മുകളിൽ എന്താ ആക്ട് ചെയ്യുക? അത് കഴിഞ്ഞ് ആ കോൺവെക്സ് ലെൻസിന്റെ സിസ്റ്റം ഉണ്ട്. കോൺവെക്സ് ലെൻസിന്റെ സിസ്റ്റം 1 - 1/f1 0 1. ഓക്കെ, അപ്പോൾ അത് എഴുതുക. രണ്ടാമത്തെ കോൺവെക്സ് ലെൻസിന്റെ സിസ്റ്റം എഴുതി. ഓക്കെ, സോ ദാറ്റ് ഈസ് 1 - 1/20 0 1. ദെൻ അവിടുന്ന് കോൺകേവ് ലെൻസ് വരെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. 8 സെന്റിമീറ്റർ ആണ് തമ്മിലുള്ള ഗ്യാപ്പ്.
So അവിടുന്ന് later we have to give a translation, that is convex lens to concave lens 8 centimeter. അപ്പോൾ അതിന്റെ മെട്രിക്സ് എഴുതി 1081. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസിലെത്തി. ഇനി കോൺകേവ് ലെൻസിൽ അഗെയിൻ അവിടെ കോൺകേവ് ലെൻസിന്റെ ഒരു സിസ്റ്റം മെട്രിക്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഗിവൺ ബൈ 1 - 1/f2 0 1. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 മൈനസ് പ്ലസ് ആയി മാറും, 1/10 0 1 അടുത്ത മെട്രിക്സ് ആയി. ദെൻ അവിടുന്ന് അങ്ങോട്ട് വി ഡിസ്റ്റൻസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതുവരെ എന്താണ്, ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ത്രൂ എ ഡിസ്റ്റൻസ് വിയിലാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസ് ടു ഇമേജ് നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ, അടുത്ത ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് 10v1. അപ്പോൾ ഈ സിസ്റ്റം കൂടെ ഒക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എന്ത് കിട്ടും, സിസ്റ്റം മെട്രിക്സ് കിട്ടും. ഓക്കെ, 2 ലെൻസ് ഉണ്ട്, 2 ലെൻസിന്റെ സിസ്റ്റം മെട്രിക്സ് ഉണ്ട്, 3 ട്രാൻസ്ലേഷൻ ഉണ്ട്, ഒന്ന് ഒബ്ജക്റ്റ് നിന്ന് ലെൻസ് വരെ, ദെൻ കോൺവെക്സ് ലെൻസ് നിന്ന് കോൺകേവ് ലെൻസ് വരെ, ദെൻ കോൺകേവ് ലെൻസ് നിന്ന് ഇമേജ് വരെ, 3 ട്രാൻസ്ലേഷൻ. ഇപ്പോൾ 3 ട്രാൻസ്ലേഷനും 2 ലെൻസ് സിസ്റ്റത്തിന്റെ സിസ്റ്റം മെട്രിക്സും അതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു വലിയ സിസ്റ്റം മെട്രിക്സ് ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുമില്ല, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, സോ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലി യു എൻഡ് അപ്പ് ലൈക്ക് ദിസ്: 2.2, 0.01, 2.2 v plus 32, 0.6 plus 0.001 v. ഇങ്ങനൊരു സാധനം കിട്ടും. ഓക്കെ, ഇതായിരിക്കും ടോട്ടൽ ഇമേജ് വരെയുള്ള ഇമേജിന്റെ സിസ്റ്റം മെട്രിക്സ് ഇതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെയും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇമേജിന്റെ സിസ്റ്റം മെട്രിക്സ് എടുക്കുമ്പോൾ അതിലെ എന്തായിരിക്കണം, ഇമേജ് പ്ലെയിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മെട്രിക്സിൽ ടോട്ടൽ സിസ്റ്റം മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ, ഇമേജ് പ്ലെയിനിന്റെ സിസ്റ്റം മെട്രിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ എലമെന്റ്, അതായത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെന്റ് 0 ആയിരിക്കണം. അതാണ് ഇമേജിന്റെ കണ്ടീഷൻ. ഒരു ഇമേജ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ അതാണ്. ദാറ്റ് തേർഡ് എലമെന്റ്, സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി 0. So that is 2.2v plus 32 equal to 0. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ എലമെന്റിന് ഞാൻ എന്ത് കൊടുത്തു, 0 എന്ന് കൊടുത്തു. 0 എന്ന് കൊടുത്താൽ ഐ ക്യാൻ കാൽക്കുലേറ്റ് v. ഓക്കെ, സോ v ഈസ് കാൽക്കുലേറ്റഡ് ആസ് -14.5 സെന്റിമീറ്റർ. എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്? എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ആ കോൺകേവ് ലെൻസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ -14 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ആ കോൺകേവ് ലെൻസിന്റെ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? നെഗറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ ലെഫ്റ്റില്. ഓക്കെ, സോ ഇമേജ് ഫോം ചെയ്യുന്നത്, ദിസ് ഇസ് നോട്ട് എ റിയൽ ഇമേജ്, ദാറ്റ് ഇസ് എ വിർച്വൽ ഇമേജ്. ആ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് വിർച്വൽ ഇമേജ് ആണെന്നാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഫോം ചെയ്യുക. അവിടെ ആക്ച്വലി അവിടുന്ന് ലൈറ്റ്, അതായത് ഈ കോൺകേവ് ലെൻസിൽ എത്തുമ്പോൾ അവിടുന്ന് ഞങ്ങൾ ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുക, ഒരിക്കലും കൺവേർജ് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് സീംസ് ടു start from a point that is -14.5 centimeter left side. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡൈവേർജ് ചെയ്ത് പോവും. ഓക്കെ, 2 റേസ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോവും. ഈ ഡിസ്റ്റൻസ്, ഈ ഡൈവേർജ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കും, 14.5 സെന്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്. ഇനി അപ്പോൾ ഇമേജ് നമ്മൾ പൊസിഷൻ ഓഫ് ദ ഇമേജ് കണ്ടുപിടിച്ചു. നൗ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ ഇമേജ്? സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ 4ാമത്തെ എലമെന്റ്, അതായത് സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റ്, ഓക്കെ, അതായിരിക്കും മാഗ്നിഫിക്കേഷൻ. അല്ലെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ്, ദാറ്റ് വിൽ ബി 1/m. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, m ഒന്ന്, സോ മെട്രിക്സ് വിൽ ബി 1/m. ദെൻ ഓക്കെ, അങ്ങനത്തെ എലമെന്റുകളായിരിക്കും. അതിൽ ഒന്നുകിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് എടുക്കാം, ദാറ്റ് വിൽ ബി 1/m, അല്ലെങ്കിൽ സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റ് എടുക്കാം, സോ ദാറ്റ് വിൽ ബി m. അപ്പോൾ നമ്മൾ എഴുതാണ് m = 0.6 plus 0.01 v. അതിൽ v നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ.
magnification is found to be plus 1 by 2.2. 1 by 2.2 എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്നിനേക്കാൾ ചെറുതാണ്. സോ ആക്ച്വലി ദാറ്റ് വിൽ ബി എ ഡിമിനിഷ്ഡ് ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും, ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും, 1 സെന്റിമീറ്ററിനേക്കാൾ കുറവായിരിക്കും. 1 by 1.22 സെന്റിമീറ്റർ ആയിരിക്കും ഇമേജിന്റെ സൈസ്. അത് പ്ലസ് ആണ് കിട്ടിയത്. ആ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എറക്റ്റ് ഇമേജ്, നോട്ട് ഇൻവേർട്ടഡ്, തലതിരിഞ്ഞതല്ല, ശരിക്കുള്ള ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇമേജിന്റെ പൊസിഷൻ എന്തായിരിക്കും, റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ, ദെൻ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എന്താണ്, ദെൻ ഇമേജ് എറക്റ്റ് ഇമേജ് ആണോ ഇൻവേർട്ടഡ് ഇമേജ് ആണോ തലതിരിഞ്ഞ ഇമേജ് ആണോ, ഇതൊക്കെ നമുക്ക് ഈ ദിസ് എ വെരി പവർഫുൾ മെത്തേഡ്. എന്താ പറയുക, മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ മെത്തേഡാണ്. സോ യു ക്യാൻ കാൽക്കുലേറ്റ്, യു ക്യാൻ ട്രേസ് ആൾ ദ റേ, ആൾമോസ്റ്റ് ജോമെട്രിക്കൽ ഇതൊക്കെ. പാരാക്സിയൽ ഒപ്റ്റിക്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് റേസ് ആർ ആൾമോസ്റ്റ് പാരലൽ ടു ദ ആക്സിസ്. ഓക്കെ, ആക്സിസിന് പാരലൽ അല്ലാന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അബറേഷൻസ് എന്ന് പറയും. ഓക്കെ, ലെൻസിന്റെ എഡ്ജിലേക്ക് പോകും തോറും ഇമേജ് എല്ലാം ഡിസ്റ്റോർട്ടഡ് ആവും, അതിന് നമ്മൾ അബറേഷൻസ് എന്ന് വിളിക്കും. ഓക്കെ, അത് നമുക്ക് എന്തായാലും സിലബസിൽ കവർ ചെയ്യാല്ല, വേണമെങ്കിൽ MSc ഒക്കെ ഉണ്ടാവുള്ളൂ, PSc ഇല്ല. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LMSൽ ഞാൻ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളതിന് സൊല്യൂഷൻ സ്കാൻ ചെയ്ത് കയറ്റുക. ഓക്കെ, സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ക്യാം സ്കാനർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ ആ ഫയൽ സൈസ് കുറയ്ക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ചിലരുടെയൊക്കെ ഓരോരുത്തരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 5 MB ഒക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സെർവർ ഹാങ് ആവുന്നുണ്ട്, പട്ടാമ്പി കോളേജിൻ്റെ സെർവർ ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഫയൽ സൈസ് നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഒരു ക്യാമറയിൽ തന്നെ ഫോട്ടോ എങ്ങനെ റെസൊല്യൂഷൻ കുറച്ച് എടുക്കാൻ പറ്റും നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം. അതതിൻ്റെ ക്യാമറ സെറ്റിങ്സിൽ പോയാൽ അറിയാം, അതിൻ്റെ റെസൊല്യൂഷൻ കുറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ സൈസിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ക്യാം സ്കാനർ അല്ലെങ്കിൽ സ്കാനിങ് സോഫ്റ്റ്വെയറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമറ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ, അതിലും എങ്ങനെ നമുക്ക് അതിൻ്റെ സൈസ് റെസൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ PDF ആയിട്ട് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സ്കാൻ ചെയ്യാം, അപ്പോൾ സൈസ് കുറയും. അതന്നെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് പിന്നെയും ക്വാളിറ്റി കുറയ്ക്കാൻ നമുക്ക് പറ്റും. ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ചെറിയ ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള അസൈൻമെൻറ്റുകളൊക്കെ ഞാൻ ഫയൽ സൈസിൻ്റെ ഒരു ലിമിറ്റേഷൻ വെക്കും. ചിലപ്പോൾ 100 KB ഒക്കെ ആയിരിക്കും. അപ്പോൾ 100 KB താഴെ നിങ്ങളുള്ള ഫയലുകൾ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന്, പലർക്കും അറിയുന്നു വിചാരിക്കണം, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫയൽ സൈസൊക്കെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, ഫോട്ടോ സൈസ് എങ്ങനെ കുറയ്ക്കാം, കുറച്ചിട്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ എങ്ങനെ കുറച്ചിട്ട് സ്കാൻ ചെയ്യാമെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ട് ആരുടെ അസൈൻമെൻ്റ് ആണെങ്കിലും, ഇപ്പോൾ ഷിയാബ് സാറിൻ്റെ ആണെങ്കിലും ശരി, ലിഷ ടീച്ചറുടെ ആണെങ്കിലും ശരി, ആരുടെ ആണെങ്കിലും നിങ്ങൾ ഫയൽ സൈസ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കാണേണ്ട ആവശ്യത്തിന് മാത്രമുള്ള ഒരു റെസൊല്യൂഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, സ്കാനിങ് ആണെങ്കിലും ശരി, ഫോട്ടോ ആണെങ്കിലും ശരി, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മളിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അസൈൻമെൻറ്റ് നിങ്ങൾക്ക് LMSൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വി വിൽ എൻഡ് ദ ക്ലാസ് ടുഡേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.